നമസ്കാരം. പ്രധാന വാർത്തകൾ. പി.സി. ജോർജ് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകില്ല. ആരോഗ്യപ്രശ്നം ചൂണ്ടിക്കാട്ടി സാവകാശം തേടി. മതവിദ്വേഷ പരാമർശത്തിലെ കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകില്ല. തിങ്കളാഴ്ച ഹാജരാകുമെന്ന് മകൻ ഷോൺ ജോർജ് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ അറിയിച്ചു. ഫോൺ വഴിയാണ് അറിയിച്ചത്. തിങ്കളാഴ്ച ഹാജരാകേണ്ട സമയം ആവശ്യപ്പെട്ട പോലീസിന് അപേക്ഷ നൽകും. പോലീസ് പി.സി. ജോർജിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ആരോഗ്യപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സാവകാശം തേടിയത്. ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസുമായി ഈരാറ്റുപേട്ട പോലീസ് ഇന്ന് 2 തവണ പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയിരുന്നു. പി.സി. ജോർജ് വീട്ടിലില്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു. ജനവാസ മേഖലയിലെ സ്ഥിരം ശല്യക്കാരനായ കരടിയുടെ കാലിൽ ആന ചവിട്ടി. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന കരടിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. മേലെ ഭൂതയാർ, ഇടവാണി മേഖലകളിൽ ജനങ്ങൾക്ക് സ്ഥിരം ശല്യമായിരുന്ന കരടിയാണിത്. പാദത്തിൽ ആനയുടെ ചവിട്ടേറ്റ നിലയിലാണ് കരടിയുള്ളത്. വനംവകുപ്പിന്റെ അഗളി, പുതൂർ, ആറാട്ടി ടീമുകൾ ചേർന്ന് കരടിയെ കൂടുവെച്ച് പിടികൂടി. തൃശൂർ മൃഗശാലയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കരടിയെ മാറ്റിയിട്ടുണ്ട്. മണിപ്പാലിൽ മലയാളി യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ മണിപ്പാലിൽ ചെറുവത്തൂർ സ്വദേശിയായ യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. തുരുത്തി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി ഷാഫി പള്ളിക്കണ്ടത്തിന്റെ മകൻ ഡോക്ടർ ഗാലിബ് റഹ്മാൻ കുന്നത്താണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ MD വിദ്യാർത്ഥിയാണ്. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ബന്ധുക്കൾ മണിപ്പാലിലെത്തി മൃതദേഹം രാവിലെ നാട്ടിലെത്തിച്ചു. തെലങ്കാനയിൽ തുരങ്കം തകർന്നു. 30ഓളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. നിർമ്മാണ പ്രവർത്തികൾക്കിടെ തുരങ്കം തകർന്ന് നിരവധി തൊഴിലാളികൾ കുടുങ്ങിയതായി വിവരം. കൂടുതൽ വിവരങ്ങൾക്കായി നിർമ്മാണ കമ്പനി ഒരു നിരീക്ഷണ സംഘത്തെ ടൗണിനുള്ളിലേക്ക് അയച്ചതായി പോലീസ് അറിയിച്ചു. ശ്രീശൈലം ഡാമിന്റെ പിന്നിലായുള്ള ടണലിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. അറ്റകുറ്റപ്പണികൾക്കായാണ് തൊഴിലാളികൾ ടണലിൽ ഇറങ്ങിയത്. 3 പേർ രക്ഷപ്പെട്ടെങ്കിലും 30 പേരെങ്കിലും അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രാഥമിക വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഗർ കുർണൂർ ജില്ലയിലെ അമ്രാബാദിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്താണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടത് 7.5 ലക്ഷം രൂപ. കൈക്കൂലിക്കിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ. തിരുവാലി വില്ലേജ് അസിസ്റ്റന്റാണ് വിജിലൻസിന്റെ പിടിയിലായത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ 7.5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടതാണ് പരാതി. 1 ഏക്കറിലേറെ വരുന്ന ഭൂമിയുടെ പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. 7.5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്നാണ് പരാതി. ഇതിന്റെ ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത്. ഈ സമയത്ത് പരാതിക്കാരൻ കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് വിജിലൻസ് പരാതിക്കാരന് കൈമാറിയ 50,000 രൂപ വില്ലേജ് അസിസ്റ്റന്റിന് കൈമാറുമ്പോഴാണ് കൈയോടെ പൊക്കിയത്.